ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിതൊന്ന് നോക്കിക്കേ. എൻ്റെ പിങ്കിയും എൻ്റെ കാത്തും കൂടി എപ്പോഴും ജനൽക്ക വരുന്ന ഒരു കിളിയെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. മഞ്ഞക്കിളി വരാറുണ്ട്, അതുപോലെ തന്നെ ഈ ഇരട്ടത്തലച്ചി എന്ന് പറയുന്ന ഒരു കിളിയാണിത്. ഇത് കുരുവിയുടെ ഇനത്തിൽപ്പെട്ട ഒരു കിളിയാണ്. ഇരട്ടത്തലച്ചി, രണ്ട് തലയുള്ള പോലെ മേളിലും താഴെ കൊമ്പ് പോലെ മേളിൽ പൂ നിൽക്കുന്നത് പോലൊരു സംഭവമുണ്ട്. അതാണ് ഈ ഇരട്ടത്തലച്ചി എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കിളി വന്നു. അതിനെ അമ്മയും മോളും കൂടി പിടിക്കാൻ തുടങ്ങി. കുറച്ച് നേരം നോക്കിയിട്ട് പിങ്കിക്ക് പറ്റില്ല, പിങ്കി അങ്ങ് പോയി. പിടിക്കാൻ പറ്റില്ല, കണ്ണാടിക്ക് അപ്പുറത്തല്ലേ, ജനലിനപ്പുറത്താണ്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. അങ്ങനെ കിളിയും കാത്തും കൂടെ കണ്ണിൽ കണ്ണി നോക്കിയിരിക്കുന്നൊരു സംഭവമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നോക്കിക്കേ, രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ ഇരട്ടത്തലച്ചി എന്ന്. ചുണ്ടു പോലെ തന്നെ തലയിൽ മേളിലൊരു കൊമ്പ് പോലെയുണ്ട്. അപ്പോൾ രണ്ട് തല പോലെ നമുക്ക് ദൂരെ നിന്നും തോന്നും. അതിന് ഇരട്ടത്തലച്ചി എന്നാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇത് കൂട് വെക്കാറുണ്ട്. മുറ്റത്ത് നിൽക്കുന്ന ചെടികളിലെ, വീടിനുള്ളിലെ ലൈറ്റിലെ ഒത്തിരി ഷോ ലൈറ്റുകളൊക്കെ പിടിപ്പിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മുറ്റത്തുള്ള നമ്മുടെ തിണ്ണയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ നമ്മളെന്തെങ്കിലും അലങ്കാര വസ്തുക്കൾ വെച്ചാൽ അതിൽ ഒക്കെ കൂട് വെക്കുന്ന ഒരു കിളിയാണിത്. ഒറ്റയ്ക്കല്ല കേട്ടോ, അതിൻ്റെ കൂട്ടത്തിലൊരു എണ്ണ കൂടിയുണ്ട്. അതപ്പുറത്ത് ഈ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൻ്റെ കമ്പിയേൽ ഇരിപ്പുണ്ട്. കുറേ സമയം പരിശ്രമിച്ച് കാത്തു ക്ഷീണിച്ചിരിക്കുക. ഇപ്പം ദൂരെ മാറി ഇന്ന് കാണുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കുന്നത് തന്നെ ഒരു പ്രത്യേക രസമാണ്. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അണ്ണാനെ കിട്ടും. അണ്ണാൻ വന്നാൽ അതിൻ്റെ പുറകെ പോവും. കാക്ക വരുമ്പോൾ അവരുടെ പുറകെ പോവും. ഇങ്ങനെ ഓരോന്നും. ഇപ്പോൾ ഞാൻ എപ്പോഴും മയിൽ വരാറുണ്ട്. മയിലിനെയൊക്കെ കാണുന്നത് ഇവർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ കാണുമ്പോൾ ഇവർക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒത്തിരി സമയം കണ്ടെത്തും. നമുക്കും ഒരു സമയം പോക്കാണ്.